ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ്. UAയിൽ നേഴ്സായി വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ വന്നവരോ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യവും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ ഒന്നല്ല, ഒരു 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്തെറ്റിക്കിനെ കുറിച്ചിട്ട്, ആസ്തെറ്റിക് നേഴ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഹോം കെയറിലൊക്കെ വർക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ട്. പക്ഷെ എല്ലാം തന്നെ നമ്മളൊരു പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമേ അല്ല ആസ്തെറ്റിക് നേഴ്സിൽ, അതായത് നേഴ്സിന് ആ ഒരു അവിടെ നടക്കുന്നത്. അതായത് ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. അതായത് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സ്കിന്ന്, ഹെയർ, ഫുൾ ബോഡി, നമ്മുടെ സ്കിന്നിന് ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. അതിപ്പോൾ എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് സർജറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡെർമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ ഇപ്പോൾ സ്പായിലൊക്കെ നടക്കുന്ന സംഭവങ്ങളില്ലേ, സ്പാ, ബ്യൂട്ടി പാർലറിൽ, അങ്ങനത്തെ അവിടെയെല്ലാം നടക്കുന്നതും. അതുപോലെ എക്സ്പെഷ്യലി പറയുന്നത് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി ട്രീറ്റ്മെന്റ്, ഇതാണ് മെയിൻ ആയിട്ട് ആസ്തെറ്റിക് ക്ലിനിക്കിൽ നടക്കുന്നത്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ, അബുദാബിയിൽ, ഷാർജയിലായാലും എല്ലായിടത്തും തന്നെ ഇതിപ്പോൾ ഫേമസ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ്, ഇന്ത്യയിലടക്കം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാവരും തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, അത് മോർ ഡിമാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി കമ്പയറിങ് ടു ഹോസ്പിറ്റല്, ക്ലിനിക്ക്, അങ്ങനത്തെ ഹോം കെയറിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സെയിം സാലറിയിലെങ്കാലും കുറച്ചും കൂടി കൂടുതൽ സാലറി നമുക്ക് ഫ്രഷേഴ്സിനടക്കം നമുക്ക് കുറച്ച് മോർ സാലറി ആദ്യം തുടക്കത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് ആസ്തെറ്റിക് നേഴ്സിങ്ങിന് വേണ്ട ക്രൈറ്റീരിയ, അത് ഞാൻ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം, ഡിഗ്രി ഓർ ഡിപ്ലോമ, ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. നേഴ്സിംഗ്, BSc നേഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അറ്റസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. അതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെ അറ്റസ്റ്റേഷൻ ചെയ്യാം, എന്തൊക്കെയാണ് വേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ ദുബായിലാണ് വരാനാണെങ്കിൽ DHA ലൈസൻസ് എടുക്കണം. അല്ല നിങ്ങൾ അബുദാബി അല്ലെങ്കിൽ ആ ഭാഗത്താണെങ്കിൽ DOH അത് എഴുതണം. അല്ല റാസൽ കൈമ, ഫുജറ, ഷാർജ, അജ്മാൻ ആ ഏരിയയിലൊക്കെയാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്തെടുക്കണം, MOH എടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോമെട്രിക് എക്സാം നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണോ വരാനിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രോമെട്രിക് എക്സാം എഴുതി എലിജിബിലിറ്റി എടുത്തു വയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്തെറ്റിക് നേഴ്സിനായിട്ട് സെപ്പറേറ്റ് ഒരു കോഴ്സ് ഉണ്ട്. അത് ആകെ ഒരു 1 വീക്ക് ഒക്കെ കോഴ്സ്, ക്രാഷ് കോഴ്സ് പോലെയുള്ള അവൈലബിൾ ആണ്. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ 1 മന്ത് ഡീറ്റെയിൽസ് അങ്ങനത്തെ ക്രാഷ് കോഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. UAയിലും അവൈലബിൾ ആണ്, കുറേ സെന്ററുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പക്ഷേ UAയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അസ്തെറ്റിക്കിന്റെ കോഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക, ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 1 വീക്കിനുള്ളിലുള്ള പഠിക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് ക്രാഷ് കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ എക്സാമും കൂടി എഴുതണം. അതിൻ്റെ ആസ്തെറ്റിക്കിന്റെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു DHAയിൽ നമുക്ക് DHA എക്സാം, സെയിം പ്രോമെട്രിക് നമ്മൾ DHA എക്സാം എഴുതുന്നില്ലേ, അതുപോലെ തന്നെയാണ് ആസ്തെറ്റിക് നേഴ്സിന്റെ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ അതിന്റെ DHA ലൈസൻസ് ഓർ MOH ഓർ DOH അത് എടുക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. അതും കൂടി എടുത്താലാണ് നിങ്ങൾക്ക് മോർ സാലറിയും അതുപോലെ തന്നെ മോർ ചാൻസും കൂടുതലുള്ളത്. അല്ലാത്തവർക്കും ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അത് എടുക്കേണ്ടി വരുമായിരിക്കും. അല്ലാത്തവർക്ക് അല്ലാത്തവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അസ്തെറ്റിക്കിന്റെ നേഴ്സിന്റെ കോഴ്സ് പഠിക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതിന്റെ ചെയ്യുന്നുണ്ട്, ഈ കോഴ്സ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു DHAയുടെ ലൈസൻസ് ഓർ DOH MOHന്റെ സാധാ പോലെ നമ്മൾ നേഴ്സസ് എഴുതുന്ന ലൈസൻസ് വേണം. അല്ലാണ്ട് എക്സ്ട്രാ നമുക്ക് എസ്തെറ്റിക്കിന്റെ നമുക്ക് ലൈസൻസ് കോഴ്സ് പഠിച്ചിട്ട്
പഠിച്ചിട്ട് അതിൻ്റെ ഒരു DHA or ഏതാ നിങ്ങൾ എമിറേറ്റ്സ് എങ്കിൽ അതിലെ ഒരു ലൈസൻസും നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ 2 ലൈസൻസും നിങ്ങൾക്ക് വേണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ കോസ്മെറ്റിക് ഞാൻ പറഞ്ഞല്ലോ കോസ്മെറ്റിക് ആണ്, അതുപോലെ ഡെർമയാണ്, പ്ലാസ്റ്റിക് സർജറി, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഡെർമറ്റോളജിയിലെ ഒരു ക്ലിനിക്കിലെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അസ്തെറ്റിക്കിൻ്റെ ക്ലിനിക്കിൽ നിന്നൊരു മിനിമം ഒരു 1 year എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് വേണം. പക്ഷേ ഇപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നില്ല, ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത്, നിങ്ങൾക്ക് മോർ ചാൻസ് ആണ് ജോലി കിട്ടാനായിട്ട്. അല്ലാണ്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അസ്തെറ്റിക്കിൻ്റെ. അപ്പോൾ ഇതിൽ നടക്കുന്നത് ഇതാണ്, അതായത് നമ്മുടെ ഈ കോസ്മെറ്റിക് അതിപ്പോൾ ബോട്ടക്സ്, അതുപോലെ കെമിക്കൽ പീലിങ്, അതുപോലെ തന്നെ മൈക്രോ ബ്ലേഡിങ്, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹെയർ ഗ്രോത്ത്, സ്കിൻ വൈറ്റനിങ്, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഗ്ലൂട്ടാതയോൺ, അങ്ങനത്തെ സംഭവങ്ങൾ റിലേറ്റഡ് ടു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്, ഫുൾ കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും. കെമിക്കൽ പീലിങ് അതുപോലത്തെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയുടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അല്ലാത്ത പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഹെയർ റിമൂവ്, അതുപോലെ തന്നെ ഫില്ലറുകൾ, പിന്നെ മൈക്രോ ബ്ലേഡിങ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനത്തെ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ബേസ്ഡ് ഓൺ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ് അവിടെ എല്ലാം നടക്കുന്നത്, എസ്തെറ്റിക് ക്ലിനിക്കിൽ നടക്കുന്നത്. പക്ഷെ അതിലിപ്പോൾ വില്ലിങ് ആയവരിപ്പോൾ നമുക്കിപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ ഈ കോസ്മെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാം. നല്ല സാലറിയാണ്. സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സിന് തന്നെ 5000 തൊട്ട് 7000 dirhams വരെ സാലറി ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 7000 to 15000 വരെ സാലറി കിട്ടുന്ന ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് അസ്തെറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ലൈസൻസ് കാര്യങ്ങൾ വേണം, മിനിമം 1 year എക്സ്പീരിയൻസ് വേണം. പിന്നെ ഇവിടെ നടക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എയർ റിമൂവൽ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നമ്മൾ പ്രൊഫഷണൽ പീരീഡിൽ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എളുപ്പം തന്നെ പഠിച്ചെടുക്കാനും തന്നെ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമല്ല പഠിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ക്യാനിലെ കാര്യങ്ങൾ ഇടാൻ, പിന്നെ നമ്മൾ ബ്ലഡ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാത്ത ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലായിടത്തും രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ, പിന്നെ ഉച്ചയ്ക്ക് തൊട്ടിട്ട് അൺടിൽ ഒരു 12 o'clock വരെയൊക്കെ ഉണ്ടാവുള്ളൂ. നൈറ്റ് നമുക്ക് ഇതിൻ്റെ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ 12 hours നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്പയറിംഗ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെസ് ഫ്രീ ആണ്. പിന്നെ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കോസ്മെറ്റിക്കും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിന് കെയറും കാര്യങ്ങളും കൊടുക്കുന്നത്, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പക്ഷെ ഇതിന് മസ്റ്റായിട്ട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കില്ല് നന്നായിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ തന്നെയാണ്. ഇംഗ്ലീഷ് മസ്റ്റായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് ക്ലയൻറ്റും എന്ത് ചെയ്യുന്നത്, കുറച്ച് VIP-കളാണ്. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് മീൻസ് അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ വരുന്ന ക്ലയൻറ്റും കാര്യങ്ങളും ഭയങ്കര VIP-കളാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലെസ് ആണെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും, ആ ക്ലിനിക്കിൽ തന്നെ ഒരു പോരായ്മയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്കില്ല് കാര്യങ്ങൾ വേണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 1 year എക്സ്പീരിയൻസ് ഇതാക്കുവാണെങ്കിൽ മോർ ബെറ്റർ, മോർ ചാൻസ് കൂടുതൽ. CV അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം നമ്മുടെ നേഴ്സസിൻ്റെ പോലെ തന്നെയാണ്. ക്രൈറ്റീരിയയും കാര്യങ്ങളും എക്സാമും കാര്യങ്ങളും ഡാറ്റ ഫ്ലോയും ഒക്കെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എസ്തെറ്റിക്കിൻ്റെ ഒരു ലൈസൻസും കൂടി എടുക്കണമെന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്താണ് എസ്തെറ്റിക് നേഴ്സ്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.